സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം കൂടുന്നു. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. മലപ്പുറത്താണ് മരണം. 12 ഷിഗല്ല കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പ്രതിദിന ഡെങ്കി കേസുകളുടെ എണ്ണം 100 കടന്നു. പകർച്ചപ്പനി പ്രതിരോധത്തിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം പുറപ്പെടുവിച്ചു. പനിയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കരുത് എന്നാണ് നിർദ്ദേശം. ആരോഗ്യവകുപ്പ് പ്രത്യേക പരിശോധനകൾ സ്കൂളിൽ നടത്തും. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, അങ്ങേറ്റം ആശങ്കയുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ രംഗം നീങ്ങുന്നൊരു സാഹചര്യമാണോ ഇപ്പോൾ? പ്രത്യേകിച്ചും പകർച്ചപ്പനിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കേണ്ട ഒരു സാഹചര്യമല്ലേ കാണുന്നത്? സ്വപ്ന, തീർച്ചയായും പ്രതിരോധ സംവിധാനങ്ങൾ കുറെ കൂടി ശക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ മന്ത്രി തന്നെ പറഞ്ഞതാണ്. കാരണം ഇത്തവണ ഈ രീതിയിൽ ഒരു പകർച്ചപ്പനിയെ വലിയ രീതിയിൽ വ്യാപിക്കാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണം പാളിപ്പോയി എന്ന് മന്ത്രി സമ്മതിക്കുന്നു. കാരണം അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ പോവുകയും കാവൽ സർക്കാരായിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ആ രീതിയിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടാകാം എന്ന് മന്ത്രി പറയുന്നു. അപ്പോൾ ഉറപ്പായും അങ്ങനെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിയത് കൊണ്ട് മാത്രമായിരിക്കാം ഈ രീതിയിൽ പ്രതിരോധ സംവിധാനങ്ങളൊരു വീഴ്ചയുണ്ടാകുന്നു. അതനുസരിച്ച് പകർച്ചവ്യാധികൾ, അതായത് പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ വ്യാപിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നു. മാത്രമല്ല പുതിയ സർക്കാരാണ്, പുതിയ ആരോഗ്യമന്ത്രി കൂടിയാണ്. ആ സംവിധാനങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുകയാണ് സർക്കാർ ചെയ്യുന്നത്. അതേസമയം പനികളുടെയൊക്കെ എണ്ണം, അതായത് വൈറൽ പനിയായാലും ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ എണ്ണം വലിയ രീതിയിലാണ്. 24 മണിക്കൂറുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഓരോ പ്രതിദിന കണക്കുകളുടെ എണ്ണം കൂടി വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഡെങ്കിപ്പനി 100 കവിഞ്ഞിരിക്കുന്നു. 105 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് അധികമായി ഉണ്ടായത്. ഒരൊറ്റ ദിവസം കൊണ്ട് 105 ഡെങ്കിപ്പനികൾ. അത് മാത്രമല്ല ഈ മാസം ഡെങ്കിപ്പനി മൂലം സംസ്ഥാനത്ത് 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എലിപ്പനി വലിയ രീതിയിൽ, എലിപ്പനിയുടെ കണക്ക് പ്രതിദിനം ഇന്നത്തെ, അതായത് 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 19 കേസുകൾ കൂടെ അധികമായി ഉണ്ടായിട്ടുണ്ട്. എലിപ്പനിയുടെ മരണവും ഈ മാസം മാത്രം സംസ്ഥാനത്ത് 2 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പിത്തവും ഒരു ദിവസം 25 അധിക കേസുകൾ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പകർച്ചവ്യാധികളുടെ എണ്ണം വലിയ രീതിയിൽ വർധനമുണ്ടാകുന്നു. അതായത് ഇത് ഭീതി ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഷിഗല്ലയുടെ ആശങ്ക വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. ഷിഗല്ല മരണം ഇന്ന് മലപ്പുറത്ത് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആകെ സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല മൂലം സംസ്ഥാനത്ത് ആകെ മരിച്ചവരുടെ എണ്ണം ഈ വർഷം 5 മരണമാകുന്നു. 6 മരണം. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ കണക്ക് പ്രകാരം 5, ഇപ്പോൾ മലപ്പുറത്തെ മരണം കൂടി ആകുമ്പോൾ 6 മരണമാണ് ഷിഗല്ല മൂലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധികളുടെ വലിയ രീതിയിലുള്ളൊരു വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാനൊക്കെയുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്നത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ. ഈ ഡ്രൈ ഡേ ഉദ്ദേശിക്കുന്നത് ആരോഗ്യവകുപ്പ് കൃത്യമായ ശുചിത്വമാണ്, കൃത്യമായ ശുചിത്വ പരിപാലനമാണ്. അതിൽ വെള്ളിയാഴ്ച സ്കൂളുകളും ശനിയാഴ്ച ഓഫീസുകളും ഞായറാഴ്ച വീടുകളും ഈ രീതിയിലുള്ള എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയിലും 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ചു കഴിഞ്ഞാൽ, ഡ്രൈ ഡേ ഉറപ്പാക്കി കഴിഞ്ഞാൽ കൃത്യമായി തന്നെ ഈ ശുചിത്വ സംവിധാനവുമായി അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഷിഗല്ല റിപ്പോർട്ടുകൾ കൂടുതലുണ്ടാകുന്നു. വയനാടായാലും കോഴിക്കോടായാലും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളിൽ ഷിഗല്ല വ്യാപിക്കുന്നു. ഒരുപക്ഷെ സ്കൂളുകളിൽ നിന്നാകാം ഇതിന്റെ വ്യാപനം ശക്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് സ്കൂളുകളിൽ പരിശോധന, ഫുഡ് സേഫ്റ്റി വിഭാഗം, ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന എല്ലാ സ്കൂളുകളും, പ്രത്യേകിച്ച് ഇത്തരത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ സ്കൂളുകളിൽ വളരെ ശക്തമാക്കണം, ഊർജിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പനിയുടെ ലക്ഷണം ഏതെങ്കിലും കുട്ടിക്ക് കാണുകയാണെങ്കിൽ അതിനെ കഴിവതും സ്കൂളിൽ അയക്കാൻ പാടില്ല എന്ന് ഒരു സർക്കുലറായി തന്നെ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അത് സാധാരണ മുൻവർഷങ്ങളിലൊന്നും അങ്ങനെ ഒരു രീതി കണ്ടിരുന്നില്ല. കാരണം ഇപ്പോൾ ഈ ഷിഗല്ല കേസുകളുടെ ഒരു പശ്ചാത്തലത്തിലാണ്, കുട്ടികളിൽ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്കൂളുകളിൽ കുട്ടികളെ പനിയുള്ള രോഗങ്ങളുടെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ സ്കൂളുകളിലേക്ക് അയക്കരുതെന്നും ഒരു മാർഗനിർദ്ദേശമായി തന്നെ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ്. എന്തായാലും ഈ വ്യാപിക്കുന്ന രീതിയിൽ പകർച്ച രോഗങ്ങൾ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് വളരെ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുമായി വകുപ്പ് മുന്നോട്ട് പോകുന്നത്. സ്വപ്ന.